ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. വളരെ വളരെ സന്തോഷത്തിലാണ് ഹയർ ജോലികൾ എല്ലാവരും തന്നെ. മാനേജ്മെൻറ്റും വളരെ സന്തോഷത്തിലാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രതാപൻ സാർക്ക് ബഡ്സ് കേസിൽ ജാമ്യം കിട്ടിയെന്നാണ് കാണാൻ കഴിയുന്നത്. ബഡ്സ് കേസിൽ ജാമ്യം കിട്ടി. അപ്പോൾ ഇത് ഏതാണ് അഭിലാഷ, ഇത് ഏതാ കേസ്? ഇതെനിക്ക് മനസ്സിലായില്ലല്ലോ. ഇത് പിന്നെ വിധി മുന്നോട്ടാക്കാൻ വേണ്ടി കൊടുത്ത കേസാണോ ഇത്? നീ അങ്ങനെയൊക്കെയല്ലേ പറയുന്നേട്ടെ. വിധി മുന്നോട്ടാക്കാൻ കൊടുത്ത കേസാണിത്. ഇത് ജാമ്യത്തിൻ്റെ മുൻകൂർ ജാമ്യമൊന്നുമല്ല. ഇത് ഏതെന്ന് അറിയില്ല. ഇതിനെ കുറിച്ചാണെങ്കിൽ നമുക്ക് അജിത് ഇതിനെക്കുറിച്ച് പറയുന്നൊക്കെയാണ് പറഞ്ഞു തന്നത്. ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്. ഈ കേസ് നമ്മൾ വന്നതല്ല, ഇവർ തന്നെ കൊടുത്തത്. എന്നുവെച്ചാൽ ഹൈക്കോടതി വക്കീലന്മാരൊക്കെ ചിക്കിളി ഉണ്ടാക്കുമ്പോൾ ലോക്കൽ വക്കീലും എന്തെങ്കിലും ഒരു ചിക്കിളി വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടി കൊടുത്തതാണെന്നാണ് തോന്നുന്നത്. അല്ലാതെ ഈ ഒരു പിന്നെ പെർമനൻ്റ് അറ്റാച്ച് ചെയ്യുന്നതോടുകൂടി അറസ്റ്റ് ചെയ്യണമെന്നൊന്നും എവിടെയും ഇല്ല. പെർമനൻ്റ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് വെറും ഇവർ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇവർ നടത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ, അതിൻ്റെ വ്യാപ്തി എന്താണ്, എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, അത് അന്വേഷിക്കേണ്ട വേറെ ഏജൻസിയാണ്. അത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. 1 മാസമേ ആയുള്ളൂ അതിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ട്. അപ്പോൾ ലീഡർമാരെയും നിക്ഷേപകരെയും ഒക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ആ ഒരു പ്രാഥമിക ഘട്ടത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഘട്ടത്തിൽ ഒരിക്കലും ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അന്വേഷണം അതിൻ്റെ നമുക്ക് 90 ദിവസത്തിനിടയ്ക്ക് ഇതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അറസ്റ്റ് എന്ന് പറയുന്നത് അവസാനത്തോടു കൂടി സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇ ഡിയുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അവസാന ഭാഗത്താണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ ആദ്യം തന്നെ റെയ്ഡ് നടത്തിയ പാടെ തന്നെ അറസ്റ്റ് ഉണ്ടായിട്ടില്ല. റെയ്ഡ് നടത്തിയ പാടെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കോടതിയിൽ പൂർണ്ണമായി സഹകരിക്കാം എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാതെ വിട്ടതാണ്. നമുക്കറിയാലോ. ഇത് അറസ്റ്റ് ചെയ്യുന്നത് അവസാന ഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇ ഡിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? അതിന് കൃത്യമായിട്ട് അതിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറ്റപത്രവും സമർപ്പിച്ചു, ലോക്കായി. പിന്നെ അതിനുശേഷം കോടതി പറഞ്ഞു ഇത് പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണ്. ഇതിപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അന്വേഷണം തുടങ്ങിയ സമയത്ത് അറസ്റ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഇതെന്തിനാ കൊടുത്തതെന്ന് വക്കീല് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഭയക്കുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ അറസ്റ്റ് ചെയ്താലോ എന്നും ഭയക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അറസ്റ്റൊക്കെ ചെയ്യാം. പിന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർ ഓടുന്നതിൻ്റെ കൂടെ നമ്മൾ ഓടേണ്ടി വരും. ചില പോലീസും ഓടേണ്ടി വരും. ഇവർ ജാമ്യത്തിന് കൊടുക്കും, ജാമ്യം തള്ളിക്കഴിഞ്ഞാൽ അതിങ്ങനെ നീട്ടിവെക്കും. പിന്നെ അതിന് പോലീസ് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ അതിന് ഹൈക്കോടതിയിലേക്ക് ഓടും, ഹൈക്കോടതിയിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ബാക്കി അന്വേഷണങ്ങൾ അവിടെ സ്റ്റോപ്പ് ആവും എന്നുള്ളതാണ്. അപ്പോൾ അറസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ക്രൈംബ്രാഞ്ചിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുന്ന ആ സമയത്ത് മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അല്ലാതെ ഈ ഘട്ടത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ ഏപ്രിൽ 27-നാണ് സെയിം ഈ കമ്പനി ബഡ്സിലാണ് പെടുന്നത്. ഇവർ നിയമപരമല്ലാത്ത ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പെർമനന്റ് ഫ്രീസ് ചെയ്തത് ഏപ്രിൽ 27-നാണ്. എന്നാൽ പോലെ ഏപ്രിൽ 27-ന് പ്രതാപനെ അറസ്റ്റ് ചെയ്യണ്ടേ? അന്ന് പ്രതാപനും കൂടി ഉണ്ടായിരുന്നു, ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് സെയിം സിറ്റുവേഷൻ നമുക്ക് ഓർക്കേണ്ടത്. മുന്നും പെർമനന്റ് അറ്റാച്ച്മെന്റ് ആയതിനു ശേഷം അറസ്റ്റ് ചെയ്തില്ല. ഇപ്പോൾ ആയിട്ട് പോലും ഇല്ല. നാളെ ആവാം, ചിലപ്പോൾ ആവാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് മുൻകൂർ ജാമ്യം തേടിയിരിക്കുന്നത് ഇവർക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഇത് അമിതമായി ആഘോഷിക്കുന്ന എന്നെയൊക്കെ ചീത്ത പറയുന്നവരോട് പറയാനുള്ളത്, കഴിഞ്ഞ ഡിസംബർ 7-ാം തീയതി നടന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. GST കേസിൽ ഇതുപോലെ ജാമ്യം കിട്ടി തിരിച്ചു വന്ന വൈകുന്നേരമായിരുന്നു 2 പൂട്ടും വാങ്ങിയിട്ട് കേരള പോലീസ് നിങ്ങളുടെ ഓഫീസ്
അക്കൗണ്ടുകൾ ഓഫീസ് പൂട്ടിയിട്ടുള്ള അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. പിന്നെ പൂളിംഗം ആർക്കും തന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ അധികം സന്തോഷിക്കുന്നവർക്ക് അവരോട് പറയാനുള്ളത് ചരിത്രം ആവർത്തിക്കപ്പെടാനാണ് സാധ്യത കൂടുതൽ എന്നാണ്. അല്ലാതെ ഇവരിങ്ങനെ ആവശ്യമില്ലാതെ ഭയന്നതിന് നമ്മളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ബൈ.